ഹലോ എവരി വൺ. ഇത് നമ്മൾ മാത്സിലത്തെ രണ്ടാമത്തെ ചാപ്റ്ററിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിതൗട്ട് യൂസിങ് ഫോർമുലയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻട്രസ്റ്റ് എന്തിനാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഉപയോഗിക്കുന്നത് ഒക്കെ അറിയാമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് നമ്മൾ റീക്യാപ്പ് ചെയ്യാം. സാധാരണ ബാങ്കിൽ നമ്മൾ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മൾ കയ്യിലുള്ള പൈസ അങ്ങനെ ചിലവായി പോകാതിരിക്കാൻ നമ്മൾ സേവിങ്സ് ആയിട്ടും അതേപോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ബാങ്കിൽ ഇത് നിക്ഷേപിക്കുന്നുണ്ട്. അതങ്ങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പൈസ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് അങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പം അല്ല ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് ഒരു എക്സ്ട്രാ പൈസ തരുന്നുണ്ട് അങ്ങനെ വെച്ചതിന്, അല്ലേ? അതെന്തിനാ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് പൈസ തരുന്നത്? അതെന്തിനാ വെച്ചാൽ, ഇപ്പോൾ ബാങ്ക് വർക്ക് ചെയ്യുന്നത്, അല്ലെ, ബാങ്കിന് പല ഫങ്ഷൻസ് ഉണ്ട്. ബാങ്ക് ലോണ് കൊടുക്കുന്നുണ്ട്, പലതരത്തിലുള്ള ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ പൈസ എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ അടുത്ത് വാങ്ങി ഡെപ്പോസിറ്റ് ആണ് അവർ ഇങ്ങനെ ലോണായിട്ട് കൊടുത്തിട്ട് അവർ ബിസിനസ് ചെയ്യുന്നത്. അത് ബാങ്കിന്റെ ബിസിനസ്സാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ അഡീഷണൽ മണി നമുക്ക് തരും. ആ എക്സ്ട്രാ അഡീഷണൽ മണിയാണ് എന്ത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബാങ്ക് സാധാരണ നമുക്ക് ലോൺ എടുക്കും, നമ്മൾ പണം ആവശ്യം വരുമ്പം ലോൺ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം, EMI ആയിട്ട് ഒക്കെ നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ് ആ കേസിൽ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് തരുന്നത്, ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് ചെയ്യുന്ന ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷന്റെ ഒരു പാർട്ട്, ഫോർമുല യൂസ് ചെയ്യാതെയുള്ള ഒരു പാർട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം. രാഹുൽ ഇൻവെസ്റ്റ് ₹1000 ഇൻ എ ബാങ്ക് അറ്റ് 10% പെർ ആനം. അപ്പൊ ഒരു വർഷത്തേക്ക് 1000 രൂപ രാഹുൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് തരുന്നത് 1000ന്റെ 10% ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എത്രയാണ് ഈ 1000ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ ഇത് നമുക്ക് പലതരത്തിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1000ന്റെ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക, അല്ലെ? 1000 × 10/100 ചെയ്യും. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആയി കിട്ടുന്ന എത്രയാണ്? 100 രൂപയാണ്. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ രാഹുലിന് എത്ര എമൗണ്ട് കിട്ടും? 1000 പ്ലസ് ഇൻട്രസ്റ്റ് അല്ല 100. അപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ രാഹുലിന്റെ അക്കൗണ്ടിൽ 1100 റുപ്പീസ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ഫോർമുല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കാം. അപ്പൊ ജസ്റ്റ് അതിൽ ഒരു ഫോർമുല നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. I is equal to പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം ഫോർ വിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിഷനോ അല്ലെങ്കിൽ ലോൺ എടുത്തതൊക്കെ അതാണ് ടൈം, എത്ര വർഷത്തേക്കാണെന്നുള്ളത്, ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ഇപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ച് 1100 എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ ആണ്. ആ എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്ത പോലെ അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയാണ് ഇത് പ്രിൻസിപ്പൽ, പ്ലസ് അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണോ അതായിരിക്കും എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ ആ സ്പെസിഫിക് പീരീഡ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇവിടെ രാഹുലിന് ഒരു കൊല്ലം കഴിയുമ്പോൾ 1000 രൂപ അയാൾ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തതിന് കിട്ടുന്ന പൈസ എത്രയായിരിക്കും? 100 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ശരിയല്ലേ? മനസ്സിലായല്ലോ? ഇനി ആഫ്റ്റർ 1 ഇയർ ഹൗ മച്ച് മണി വിൽ രാഹുൽ ഹാവ്? 1100 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ഒരു ചോദ്യം, രാഹുൽ പൈസ എടുക്കുന്നില്ല ബാങ്കിൽ, ഒരു കൊല്ലത്തേക്കും കൂടി രാഹുൽ ആ പൈസ അവിടെ തന്നെ വെച്ചു. അങ്ങനെയാണെങ്കിൽ രാഹുലിന് വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? എത്ര ഇൻട്രസ്റ്റ് കിട്ടും? എത്രയായിരിക്കും? നിങ്ങൾക്കൊന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? എത്ര എമൗണ്ട് രാഹുലിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും? എത്ര കിട്ടും? ഓക്കെ, നോക്കാം. ഇപ്പൊ സാധാരണ കുട്ടികൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ 100 റുപ്പീസ് വീണ്ടും കിട്ടും എന്നാണ് പറയാ നോർമലി, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇവിടെ രാഹുലിന്റെ കയ്യിൽ ഇപ്പൊ എത്രയുള്ളത്? എമൗണ്ട് ആയിട്ട് 1100. ബാങ്കിന്റെ കാര്യം നമ്മൾ പറയുന്നത് കേട്ടോ. ബാങ്ക് നമുക്ക് തരുന്ന ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പം പ്രസന്റ് ആയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പം രാഹുലിന്റെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്? 1100 ആണ്. അതാണ് രാഹുലിന്റെ പുതിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വീണ്ടും എത്ര കാലത്തേക്കാണ് വെക്കുന്നത്? ഒരു വർഷത്തേക്കാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് മാറ്റമില്ല, ടൈം 1 ഇയർ തന്നെ. അപ്പൊ വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞിട്ട്, അതായത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ രാഹുലിന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ എത്രയായി? 1100 ആയി. അപ്പൊ 1100 ഇൻറ്റു അതിന്റെ 10%. ഇപ്പൊ ബാക്കി ഇവിടെ എത്രയുണ്ട്? 110 ഉണ്ട്. അതാണ് രാഹുലിന് സെക്കൻഡ് ഇയർ കിട്ടുന്ന ഇൻട്രസ്റ്റ്.
അപ്പം രാഹുലിന്റെ കയ്യിൽ രണ്ടാമത്തെ കൊല്ലം അവസാനിക്കുമ്പം ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ടാവും? ആദ്യം രണ്ടാമത്തെ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ 1100 ഉണ്ടായിരുന്നു. പ്ലസ് രാഹുലിന് കിട്ടിയ രണ്ടാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് 110 ആണ്. അപ്പൊ രാഹുലിന്റെ കയ്യിൽ 2 കൊല്ലം കഴിയുമ്പോൾ പൈസ എത്ര ഉണ്ടാവും? 1210 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് വെറും പ്രിൻസിപ്പളിന്റെ മുകളിൽ മാത്രമല്ല, ഓരോ വർഷം കഴിയുമ്പോൾ അതിന്റെ കൂടി ഇൻട്രസ്റ്റും കൂടും അല്ലെ? അപ്പം ആ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൾ, അതാണ് രണ്ടാമത്തെ വർഷം എന്തായി വരുന്നത്? പ്രിൻസിപ്പൾ ആയിട്ട് വരുന്നത്. എന്നിട്ട് ആ രണ്ടാമത്തെ കൊല്ലത്തുള്ള പ്രിൻസിപ്പൾ ആണ് വീണ്ടും എന്ത് കാൽക്കുലേറ്റ് യൂസ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കാം. ദ ബാങ്ക് ഗീവ്സ് ഇൻട്രസ്റ്റ് ഓൺ 1100 നോട്ട് ഓൺ ₹1000. അപ്പൊ രണ്ടാമത്തെ വർഷം ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ എമൗണ്ട് രാഹുലിന്റെ കയ്യിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എത്രയാണ് ഉണ്ടായിരുന്നത് അതിന്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ രാഹുൽ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ അല്ല. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ബാങ്കിന്റെ കേസിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇൻവെസ്റ്റ് ചെയ്ത് ജസ്റ്റ് നമ്മളൊരു സമ്മറി. ഫസ്റ്റ് ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എമൗണ്ട് എത്ര ഉണ്ടായിരുന്നു? 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, 0th ഇയർ. ഒരു വർഷം കഴിഞ്ഞപ്പം രാഹുലിന്റെ അക്കൗണ്ടിൽ 1100 ആയി. മാറ്റാതെ അതിന്റെ പൈസ ഒന്ന് വിഡ്രോ ചെയ്ത് അങ്ങനെ തന്നെ വെച്ചിട്ട് രണ്ടാമത്തെ കൊല്ലം എൻഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പം കണ്ടുപിടിച്ച പോലെ രാഹുലിന്റെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ട്? 1210 ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച സിമ്പിൾ ഇൻട്രസ്റ്റും ഇപ്പൊ നമ്മൾ പഠിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒരു വ്യത്യാസം എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് 1000 തന്നെ, പിന്നെ 1000 10% 1100 ആയി. എന്നിട്ട് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യുമ്പം എന്താ ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം പ്രിൻസിപ്പിൾ 1000 എടുക്കുള്ളൂ. ഓക്കെ, പ്രിൻസിപ്പൾ എത്ര എടുക്കുള്ളൂ? 1100 ഉള്ളൂ. അപ്പൊ 2 വർഷം കഴിഞ്ഞപ്പം എമൗണ്ട് എത്ര ഉണ്ട്? 1100 ഉണ്ട്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്ത പോലെ വീണ്ടും ഈ സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ 1100 എവിടെ യൂസ് ചെയ്യില്ല? സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യില്ല. അവിടെ വീണ്ടും എന്ത് ചെയ്യുള്ളൂ? 1000 ഇൻറ്റു 10 ഇൻറ്റു വീണ്ടും ഒരു വർഷം ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇവിടെ വീണ്ടും കിട്ടുന്ന എത്രയാണ്? 100 ആണ്. ആ 100 ഇപ്പം കയ്യിലുള്ള എമൗണ്ടിന്റെ കൂടെ പ്ലസ് ചെയ്യും. ഇപ്പൊ എത്ര ഉണ്ടായിരുന്നു? ഒരു വർഷം കഴിയുമ്പം 1100 ആയിരുന്നു. രണ്ടാമത്തെ കൊല്ലം 100 രൂപയും കൂടി ഇൻട്രസ്റ്റ് കിട്ടി. അപ്പം സെക്കൻഡ് ഇയറിൽ എൻഡ് ചെയ്യുമ്പം കയ്യിൽ എത്ര പൈസ ഉണ്ടാവും? 1200 ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ 1200 കിട്ടിയത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു 10 രൂപ അധികം കിട്ടി അല്ലെ? 1000 രൂപ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്തപ്പം 1000 ഇൻവെസ്റ്റ് ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് നമുക്ക് തരുന്നെങ്കിൽ 1200ഉം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് തരുന്നെങ്കിൽ 1210ഉം നമുക്ക് കിട്ടും. അപ്പം ബാങ്ക് സാധാരണ ഫോളോ ചെയ്യുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം കാരണം എല്ലാവരും ഇതാണ് പ്രിഫർ ചെയ്യുക. മനസ്സിലായാലും വ്യത്യാസം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള? സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പളിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എമൗണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ആ എമൗണ്ടിന്റെ കൂടെ ഈ എന്താ പറയുക കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് പോകും. ആ ഒരു വ്യത്യാസം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലോ പ്രിൻസിപ്പളിന്റെ മുകളിലല്ല, ഒരു കൊല്ലം കഴിയുമ്പോൾ എത്രയാണ് എമൗണ്ട് ഉള്ളത് അതിന്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതും ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നതും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ദ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് നോട്ട് ഓൺലി ഓൺ ദ ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട് മുകളിൽ മാത്രമല്ല അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഓൺ ദ ഇൻട്രസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ഇറ്റ് ഫ്രോം ദ പ്രീവിയസ് പീരീഡ്സ്. അപ്പം പ്രീവിയസ് പീരീഡിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിന് മുകളിലും കൂടിയിട്ടാണ് വീണ്ടും പുതിയ എമൗണ്ട് കണ്ടുപിടിക്കാൻ അല്ലെ പുതിയ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ കാൽക്കുലേഷൻ നടത്തുന്നത്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇൻട്രസ്റ്റിന് മുകളിൽ വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പൊ ഇതാണ് നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആസ് എ റിപ്പീറ്റഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ വിത്ത് എ ഗ്രോയിങ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ്. മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെ, പക്ഷേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, പ്രിൻസിപ്പളിൽ കൂടെ ആഡ് ചെയ്തു. വീണ്ടും സെക്കൻഡ് ഇയർ വരുമ്പം ആ ടോട്ടൽ എമൗണ്ട് പ്രിൻസിപ്പൽ ആയിട്ട് എടുത്തു, വീണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നു. അതാണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം. അപ്പം 8,000 ആണ് എന്ത് ചെയ്ത് ലെൻഡ് ചെയ്ത്. ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പലിശയ്ക്ക് കൊടുക്കാന്ന് പറയും. 8,000 രൂപ കൊടുത്തു, പലിശയ്ക്ക് കൊടുത്തു, 5% ഇൻട്രസ്റ്റ് വാങ്ങുന്നത്. 2 വർഷത്തേക്കാണ് ഇത് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ഇവിടെ പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു 8,000 റുപ്പീസ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 5% ആണ്. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം 1 ഇയർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇയറിന് നമുക്ക് എത്ര കിട്ടും നോക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. 8,000 ഇൻറ്റു 5 ഇൻറ്റു 1 ബൈ 100. റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഒരു വർഷത്തേക്ക് കാണും, പിന്നെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കും, രണ്ടാമത്തെ വർഷം അത് പ്രിൻസിപ്പൽ ആക്കും, വീണ്ടും ഇൻട്രസ്റ്റ് കാണും, വീണ്ടും ടോട്ടൽ കാണും. ഓക്കെ, അതാണ് റിപ്പീറ്റഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലത്തെ 2 സീറോ ഇവിടെയും കട്ട് ചെയ്യും. 8 ഇൻറ്റു 5 എത്രയായി, 400 റുപ്പീസ് ആയി. അപ്പോൾ ഫസ്റ്റ് ഇയർ എൻഡ് ചെയ്യുമ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ്, 400 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ, എത്ര ഉണ്ടാവും, പ്രിൻസിപ്പൽ 8,000 പ്ലസ് ഇൻട്രസ്റ്റ് 400. അങ്ങനെ ടോട്ടൽ 8,400 റുപ്പീസ് ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാവും. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സെക്കൻഡ് ഇയർ, ഇതിപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ ആണ്. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിൽ പ്രിൻസിപ്പൽ എത്രയാവും, ബാങ്കിന്റെ കമ്പ്യൂട്ടേഷൻ മെത്തേഡ് അനുസരിച്ചിട്ട് ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ ആണ്. 8,400 ആയി നമ്മളുടെ പ്രിൻസിപ്പൽ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വ്യത്യാസമില്ല, 5% തന്നെ. ടൈം വീണ്ടും ഒരു വർഷം. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു 8,400 ഇൻറ്റു 5 ഇൻറ്റു 1 ബൈ 100. 2 സീറോ കട്ട് ചെയ്തു. ഇനി 84 ഇൻറ്റു 4, 5 4s are 20, 8 5s are 40 പ്ലസ് 2 42, 420 ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ, എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ, ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ടാവും, 8,400 പ്ലസ് 420, അതായത് 8,820 റുപ്പീസ് ആയിരിക്കും അവസാനം ഇയാൾക്ക് കിട്ടുന്നത്. ഓക്കെ, 8,820. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മളടുത്ത് പറഞ്ഞത് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി എന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താ, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ടോട്ടൽ എമൗണ്ട്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഷോർട്ടായിട്ട് CI എഴുതും. അപ്പൊ ടോട്ടൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ, ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെ ലാസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പൊ ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 8,820 ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എത്രയാണ്, 8,000 ആണ്. അപ്പം നമുക്ക് കിട്ടിയ എക്സ്ട്രാ എമൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടി, 820. അങ്ങനെ 8,020 ആണ് എന്ത്, നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. അതെന്താ വെച്ചാല്, ഇപ്പം ബാങ്ക് ചെയ്യുന്ന മെത്തേഡിൽ നമ്മളിപ്പോൾ ചെയ്തത് ഒരു വർഷത്തേക്കാണ് അല്ലെ, ടൈം 1 ഇയർ ആണ് നമ്മൾ എടുത്തത്. ചില സമയത്ത് ബാങ്ക് എന്ത് ചോദിച്ചാൽ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഡൺ ഹാഫ് ഇയർലി എന്ന് പറയും. ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് തരുന്ന കേസസും ഉണ്ട്. അതായത് 6 മാസം കൂടുമ്പോൾ ഇതേപോലെ ഒരു ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് ആ പുതിയ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും എന്ത് വരുന്നത്, നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത്. അതായത് ഒരു വർഷം എത്ര ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ടാവും, 2 ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഒരു വർഷത്തിൽ 2 ഹാഫ് ഇയേഴ്സ് ഉണ്ട്. ആദ്യത്തെ 6 മന്ത്സ്, പിന്നെ രണ്ടാമത്തെ 6 മന്ത്സ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇവിടെ നടക്കും, എന്നിട്ട് അവിടെ വരുന്ന ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് വരിക. അവിടെ വീണ്ടും ഒരു 6 മന്ത്സിന്റെ ശേഷം ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരും.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണോ ലാഭം, ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ് ലാഭം? ഏതാ പ്രോഫിറ്റബിൾ? ഹാഫ് ഇയർലി അല്ലേ? ഒരു വർഷത്തെ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഹാഫ് ഇയർലി ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നെങ്കിൽ അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ ബേസിൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ എമൗണ്ട് ആൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹10,000 at 8% per annum in 1 year. Interest being compounded half yearly. ഇവിടെ കണ്ടോ, ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എപ്പോഴാണ്? ഹാഫ് ഇയറിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു വർഷം ഇയാൾക്ക് 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കിട്ടും. അതല്ല അയാൾക്ക് നല്ലത്. നോക്കാം നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളത്. അപ്പം ഇവിടെ പ്രിൻസിപ്പൽ എത്ര എടുക്കേണ്ടത്? 10,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. ഓക്കെ, ടൈം എത്രയാണ്? ഹാഫ് ഇയർ ആണ്. ഹാഫ് ഇയർ ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ എടുക്കുന്നത്. അപ്പം I is equal to PRT by 100. P എത്രയാണ്? 10,000 ആണ്. R 8, T 1/2. ഇവിടെ ഒരു 100 ഇല്ലേ? അപ്പൊ 2 അതിന്റെ കൂടെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. 100 into 2 എന്ന് എഴുതിയാൽ മതി. ശരിയായല്ലേ? ഇനി ഈ 2 സീറോയും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെയും കട്ട് ചെയ്തു. ഇനി നമുക്കറിയാം 2 8 4 ടൈംസ് പോകും. ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ 100 into 4 എത്രയായി? ഇൻട്രസ്റ്റ് 400 ആയി. അപ്പം 6 മാസം കഴിയുമ്പം ടോട്ടൽ എമൗണ്ട് ഇപ്പം എത്ര ഉണ്ടാവും? ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ഇയാള് ആദ്യത്തെ പ്രിൻസിപ്പൽ 10,000 പ്ലസ് 400 ഇസ് ഈക്വൽ ടു 10,400 ആണ്. ഓക്കെ, 10,400 ആണ് ഇപ്പം അയാളുടെ കയ്യിലുള്ളത് 6 മാസം കഴിയുമ്പോൾ. ഇനി ഇത് ഫസ്റ്റ് ഹാഫ് ഇയർ. ഇനി സെക്കൻഡ് ഹാഫ് ഇയർ. സെക്കൻഡ് ഹാഫ് ഇയറിൽ പ്രിൻസിപ്പൽ എത്രയാണ്? 10,400 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% തന്നെ. ടൈം എത്രയാണ്? ആ ബാക്കിയുള്ള ഹാഫ് ഇയർ ആണ്. അപ്പം ഇൻട്രസ്റ്റ് എത്ര കിട്ടും? PRT by 100. അപ്പൊ P ഇവിടെ 10,400 into 8 into half all divided by ഇവിടെ 100. 102 ഇവിടെയും വന്നു. ഇപ്പൊ ഈ 0 ഇതിനെ കൂടെ ക്യാൻസൽ ചെയ്തു. 2 8 4 ടൈംസ് ആയി. അപ്പൊ 104 into 4 ചെയ്താൽ 4 4 16, 416 ആയി. ഓക്കെ, 416 രൂപ എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. ഇനി ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 1 year എത്രയായിരിക്കും? ഒരു വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് എത്ര എമൗണ്ട് കിട്ടും? 10,400 പ്ലസ് 416. ആ കൊല്ലം തുടക്കത്തിലുള്ള, അതായത് രണ്ടാമത്തെ ഹാഫ് ഇയർ തുടങ്ങുമ്പോഴുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 416. അപ്പൊ ഇയാൾക്ക് ഒരു വർഷം കഴിയുമ്പം കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 10,816 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടി? നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ. അപ്പൊ CI ഏൺഡ് എത്ര ആയിരിക്കും? ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 1 year മൈനസ് ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പം 816 റുപ്പീസ് ആണ് ഇയാൾക്ക് എന്ത് കിട്ടിയത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ എന്താന്നുള്ളത്? അപ്പം നമ്മൾ ഒരു വർഷം തന്നാൽ എങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും, എങ്ങനെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുമല്ലോ മനസ്സിലാക്കി. ഇപ്പൊ ഇവിടെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിച്ചത്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.